ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോമർക്കെഴുതിയ ലേഖനം 12-ന്റെ 2-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം, മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുകയും being renewed and be transformed. എന്തിനാ ഇങ്ങനെ റിന്യൂ ആകുകയും ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയും വേണമെന്ന് പറയുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. എന്നാലേ നമുക്ക് മനസ്സിലാകുള്ളൂ. ദൈവം ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമാണ്. രണ്ടാമത് വേറൊരു കാര്യമുള്ളത്, ഇത് ബീയിങ് ആണ്, ഇതൊരു പ്രോസസ്സാണ്. പുതുക്കം പ്രാപിക്കുക എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അത് ദിനംതോറും പുതുക്കം 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 വന്നുകൊണ്ടേയിരിക്കണം. അതുപോലെ നമ്മുടെ ജീവിതത്തിന് മാറ്റം വന്നുകൊണ്ടേയിരിക്കണം. ആത്മീയ മനുഷ്യൻ, നമ്മിലുള്ള ആത്മീയ മനുഷ്യൻ, പുതിയ മനുഷ്യൻ, അങ്ങനെ പുതുക്കം പ്രാപിച്ച് പുതുക്കം പ്രാപിച്ച് പുതുക്കം പ്രാപിച്ച് ക്രിസ്തുവിന് അനുരൂപമാകുന്ന ഒരു പ്രക്രിയയാണ് ക്രിസ്ത്യൻ മിനിസ്ട്രിയിലെ, ക്രിസ്ത്യൻ ലൈഫില് ഉള്ളത്. നമ്മൾ ചിന്തിക്കുമ്പോൾ ചേഞ്ചസ് അല്ലേലും വരുന്നുണ്ട്. പഴയ കാലം പോലെ അല്ല ഇപ്പോൾ. കാലം എന്തുമാത്രം മാറ്റം വരുന്നു. സർവത്ര കാര്യങ്ങളിലും മാറ്റമുണ്ട്. അതുപോലെ ഒന്നാമത് വിദ്യാഭ്യാസ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ, പണ്ട് 10ാം ക്ലാസ് SSLC ജയിച്ചാൽ എല്ലാവർക്കും ജോലിയാണ്, അത് മതി, മാക്സിമം ഡിഗ്രി. ഇന്ന് അതല്ല. ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് വെർസറ്റൈൽ ആയിട്ടുള്ളൊരു രൂപം വന്നു കഴിഞ്ഞു. രണ്ടാമത്തെ വേറൊരു കാര്യം എന്നാ, നമ്മുടെ ശാരീരികമായ വ്യത്യാസം. പണ്ടേ കാലം പോലെ അല്ല ഇന്നത്തെ ഭക്ഷണ രീതി. എത്ര വേഗം വ്യത്യാസം വരുന്നു. നമ്മുടെ ശരീരത്തിന്റെ വ്യത്യാസം പുതുക്കം കാണാൻ പറ്റും. അപ്പൊ മാനസികമായിട്ട്, ഈ വിദ്യാഭ്യാസപരമായിട്ടും ലൗകികപരമായിട്ടും ഭൗതികപരമായിട്ടും ഒക്കെ ഒരുപാട് മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാറ്റം വരാതിരിക്കുന്നത്, ആത്മീയരായ നമ്മള്, ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ആത്മീയ വശത്തിൽ എത്രത്തോളം മാറ്റം വരുന്നു, ഇതാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നത്. ആത്മീയ വശത്തില് മാറ്റം അനിവാര്യമാണ്. പക്ഷെ അത് എന്തുമാത്രം മാറ്റം വരുന്നു? പഴയ അതേ അസൂയ, പഴയ അതേ സ്വാർത്ഥത, പഴയ അതേ സുഖകരമായ പ്ലഷർ ലൈഫ് എന്നുള്ള അല്ലാതെ ക്രിസ്തുവിനോട് ചേർന്നുള്ള ജീവിതം എന്തുമാത്രം. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ നമ്മള് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കൊരു വ്യക്തമായ ഡിവോഷണൽ ലൈഫ് വേണം. എല്ലാ ദിവസവും ദൈവത്തിൽ നിന്ന് കർത്താവിനോടൊപ്പം അല്പസമയം ഇരിക്കുവാൻ. എത്ര തിരക്കുണ്ടെങ്കിലും, രാവിലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വൈകുന്നേരം രാത്രിയിൽ ഇരുന്നിട്ടേ ഉറങ്ങാൻ പോകാവൂ. കർത്താവിൽ നിന്നുള്ള സന്ദേശം ഉൾക്കൊള്ളണം. അത് അത്യാവശ്യമാണ്. ഒരു സന്ദേശം ഉൾക്കൊള്ളണം. ഒരു പാസേജ് വായിച്ച് അതിൽ നിന്നുള്ളതായ സന്ദേശം, എൻ്റെ കർത്താവ് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് അതിലൂടെ പഠിപ്പിക്കപ്പെടണം. അതൊന്നും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ സ്വന്തം കാര്യങ്ങൾ മാത്രമല്ല, സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്, ആ സുവിശേഷ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സഭയുടെ ആളുകൾക്ക് വേണ്ടിയിട്ട്, പിന്മാറ്റത്തിൽ കഴിയുന്നവരും അതുപോലെ തന്നെ എതിരാളികളായിട്ട് ജീവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ലോകത്തിൽ ആരും ശത്രുക്കളായിട്ടില്ല. എല്ലാവരെയും ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പ്രാർത്ഥനാ ജീവിതം ആവശ്യമാണ്. അതുപോലെ നമ്മുടെ സാക്ഷ്യ ജീവിതം, നമ്മുടെ വാക്കില്, പ്രവൃത്തിയില്, ഭാവത്തില്, ചിന്തകളിലൂടെയും ആളുകളുമായിട്ടുള്ള മിങ്കിളിലൊക്കെയും നമ്മൾ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെന്നുള്ള നിലയിലേ പറയാവൂ, സംസാരിക്കാവൂ, ഇടപെടാവൂ. ആ ഒരു ഇംപ്രഷൻ എല്ലാവരുടെ മേലും വീഴണം. ഇതിങ്ങനെ ശീലിക്കണം. ഈ രീതിയിലുള്ള ശീലം, അതുപോലെ സുവിശേഷ പ്രവർത്തനത്തിന് നമ്മൾ എന്തുമാത്രം സമയം മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ എന്തുമാത്രം പണം മാറ്റിവെക്കുന്നു, അവരെ എന്തുമാത്രം പ്രോത്സാഹിപ്പിക്കുന്നു, ഇതൊക്കെ നമ്മുടെ ചുമതലയാണ്. സുവിശേഷീകരണം എന്നുള്ളത് എല്ലാ ക്രിസ്ത്യാനിയുടെയും ചുമതലയാണ്. അപ്പൊ ആ വശം, ആത്മീയ വശം, ആത്മീയ ദൗത്യത്തിൽ, ആത്മീയ ഡ്യൂട്ടിയിലുള്ളതായ
ആ ഭാഗത്തും നമ്മൾക്ക് മുഖ്യമായ ഒരു ഭാഗമുണ്ട്. അതിലേക്കായിട്ട് നമ്മൾ പരിശീലിക്കണം. അതൊരു ഹാബിറ്റാക്കി മാറ്റിയാൽ നമ്മൾ ആത്മീയ മനുഷ്യരും ഡെവലപ്പ് ചെയ്ത് വരും, പ്രകാശമുള്ളവരായിത്തീരും. കൂടുതൽ കർത്താവിൻ്റെ പ്രതിച്ഛായ നമ്മിൽ വീഴും എന്നുള്ളൊരു ആശംസിക്കുന്നു. കർത്താവ് നമ്മെ മാറ്റട്ടെ, ബീയിങ് റിന്യൂ ചെയ്യട്ടെ, ട്രാൻസ്ഫോം ആക്കട്ടെ.